നമസ്കാരം ഗായ്സ്, ഞാൻ പ്രതീഷ് മഞ്ചേരി. ഇപ്പോൾ നമ്മളുള്ളത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി നമ്മളെ ഭവാനി പുഴയുടെ തീരത്താണ് നമ്മളുള്ളത്. അപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം ഈ ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ. ഇപ്പോൾ ഈ ഭവാനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ ഏകദേശം 44ഓളം നദികളുണ്ട്. 44 നദികളിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ഇപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുള്ളൂ. അത് കബനി, പാമ്പാർ, അതുപോലെ തന്നെ ഭവാനിയാണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നദിയാണ് നമ്മുടെ ഭവാനി പുഴ. അപ്പോൾ ഇപ്പം വെച്ചാൽ വേനൽക്കാലമാണ്, ശരിക്കും വെള്ളമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ സമയത്ത് വെച്ചാൽ ഞാൻ ഇവിടെ വരാൻ കാരണം ഇവിടെ ഒരു റോഡ് സൈഡിൽ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരത്തുള്ള ഒരുപാട് ആളുകൾ വണ്ടിയിൽ വന്ന് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ വന്ന് പുഴയിലൊക്കെ ഒന്ന് ചാടി ചില്ല് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അത്ര ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട്. മാനസികമായിട്ട് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ അടിപൊളിയായുള്ള സ്ഥലങ്ങൾ കാണുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നദികൾ കാണുക, മലകൾ കാണുക, വയലുകൾ കാണുക എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തൂടെ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആനക്കട്ടി പോകണ വഴി അട്ടപ്പാടിയിൽ നിന്ന് ഇച്ചിരി ഒരു മുന്നോട്ട് പോകണം. ഭവാനിയുടെ ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്. റോട്ടിൽ നിന്ന് കുറച്ച് താഴോട്ടാണ് ഈ പാലം കിടക്കുന്നത്. അപ്പോൾ പാലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിട്ടൊന്ന് നീരാടിയിട്ട് പോവാം എല്ലാവർക്കും. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് വരുവാണെങ്കിൽ ഒന്ന് ചില്ല് ഔട്ട് ചെയ്ത് പോവാം. അപ്പോൾ കാണുന്ന പോലെ ഒന്നല്ല, അപ്പോൾ ഇവിടെയെല്ലാം വെള്ളം കുറവാണ്, പക്ഷേ മുന്നോട്ട് പോകും തോറും വെള്ളം ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഒന്ന് ചാടി കുളിച്ച് പോകാനുള്ള ഒരു 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 എന്താ പറയുക, ഒരു സ്കോപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തൂടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വന്നിട്ടൊന്ന് കുളിച്ച് ചില്ല് ഔട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, താങ്ക് യു ഗായ്സ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.